ശിക്ഷ വിധിക്കുക ജനുവരി 3-നാണ് എന്നുള്ള വിവരവും ഇപ്പോൾ പുറത്തുവരികയാണ്. ഇപ്പോൾ പ്രതികരിക്കാൻ യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കി ഇപ്പോൾ ടെലിഫോണിൽ. അബിൻ, ഇപ്പോൾ പെരിയ ഇരട്ടക്കൊലപാതകത്തിൽ വിധി വരുമ്പോൾ 14 പേർ കുറ്റക്കാർ, CPM നേതാക്കളടക്കം 14 പേർ കുറ്റക്കാർ, 10 പേരെ വെറുതെ വിടുകയാണ് ചെയ്തിരിക്കുന്നത്. വിധിയോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? 6 കൊല്ലത്തിന് ശേഷം നീതി നടപ്പിലാക്കുന്നതിന്റെ ഒരു സൂചനയാണ് ഇപ്പോൾ CBI കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ അന്നു മുതൽ പറയുന്നതാണ്, CPM നേതൃത്വത്തിന്റെ അറിവോടെ തന്നെ അവർ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ ഒരു കൊലപാതകമാണ് പെരിയയിലുണ്ടായത്. കൃപേഷും ശരത്ലാലും ആ പ്രദേശത്തെ വളരെ മികച്ച രീതിയിൽ പൊതുപ്രവർത്തനം നടത്തി ജനങ്ങളുടെ ഇടയിൽ ജനകീയരായി കോൺഗ്രസ് പ്രസ്ഥാനത്തിന് അവിടെ വലിയ വേരുകൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിൽ വലിയ രീതിയിൽ അസഹിഷ്ണുതയായ CPMന്റെ നേതൃത്വം ഇടപെട്ടുകൊണ്ടാണ് ആ 2 ചെറുപ്പക്കാരെ മുളയിലേ നുള്ളുക എന്നുള്ളത്, അവരെ കൊന്നുകളയുക എന്നുള്ള നിലപാടിലായിട്ട് CPM എത്തുന്നത്. CPMന്റെ എല്ലാ കാലഘട്ടത്തിലെയും ജനാധിപത്യ വിരുദ്ധതയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ് പെരിയയിലുണ്ടായിരിക്കുന്നത്. അവർ പ്ലാൻ ചെയ്താണ് കൊന്നത്. കാരണം ഈ 2 ചെറുപ്പക്കാർ പോകുന്ന വഴിയിൽ അവർ കരുതിയിരുന്ന്, അവർ ഒളിച്ചിരുന്ന് വലിയ ആയുധങ്ങളുമായി കൊന്നുകളയുക എന്ന ഉദ്ദേശത്തോടുകൂടി CPM നേതൃത്വം പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയതാണ്. അതുകൊണ്ടാണ് MLA അടക്കമുള്ള ഏരിയ കമ്മിറ്റി അംഗങ്ങളടക്കമുള്ള ആ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഇതിനകത്ത് കുറ്റക്കാരായി വന്നിരിക്കുന്നത്. ഈ കുറ്റക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നിലപാട്, എല്ലാ കൊലപാതക കേസുകളിലെ പോലെയും സംരക്ഷിക്കാനുള്ള നിലപാട് CPM എടുത്തു. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികളെ ജയിലിനുള്ളിൽ വരെ ചെല്ലും ചെലവും അവർക്ക് വേണ്ട എല്ലാ സുഖ സൗകര്യങ്ങളും കൊടുക്കുന്നത് ഇതേ CPM തന്നെയാണ്. ഈ കേസിലും CBI വരാതിരിക്കാൻ വേണ്ടി ഇവർ ശ്രമിച്ചു. നമ്മുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് രൂപ CBI വരാതിരിക്കാൻ വേണ്ടി ഇവിടെ ശ്രമിച്ചു. ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു. ഏറ്റവും ഒടുവിലായിട്ട് ഈ കേസിന്റെ പ്രധാനപ്പെട്ട നിയമ ഉപദേശകനായിരുന്ന നേതാവിനെ സ്വന്തം പാളയത്തിലേക്ക് വലിയ ഓഫർ കൊടുത്ത് വിളിച്ചു കൊണ്ടുപോയി. അങ്ങനെയും അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ടും നീതി ഒരു കാരണവശാലും അത് നിഷേധിക്കപ്പെടില്ല എന്നുള്ള ഒരു സാമാന്യ തത്വം, പ്രകൃതി നിയമം, ആ പ്രകൃതി നിയമം നടപ്പിലാവുകയാണ്. പക്ഷേ എങ്കിൽ പോലും 10 പേരെ വെറുതെ വിട്ട ആ നടപടി പൂർണ്ണ വിധി വന്നതിന് ശേഷം ഞങ്ങൾ പുനർപരിശോധിക്കും. അതിന് മേൽക്കോടതികളിലേക്ക് അപ്പീൽ പോകണമെങ്കിൽ അപ്പീൽ പോകും. ഇതിനകത്ത് കുറ്റക്കാരായവരെ ഏറ്റവും അവസാനത്തെ നീതിപീഠത്തിന്റെ അവസാനത്തെ ബെഞ്ച് വരെ കൃപേഷനും ശരത്ലാലിനും നീതി ലഭ്യമാക്കാൻ, അവരുടെ കുറ്റക്കാർക്ക് ശിക്ഷ ഉറപ്പാക്കാൻ വേണ്ടി ഞങ്ങൾ ആ കുടുംബത്തോടൊപ്പം ഉണ്ടാകും. ഇത് നീതി നടപ്പിലാക്കിയ ദിവസമാണ്, ഞങ്ങൾക്ക് ആശ്വാസം പകരുന്ന ദിവസമാണ്. അബിൻ, ഇപ്പോൾ കേസിൽ ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ചില സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു. CPM നേതാവിന്റെ മൊഴി വേദവാക്യമായി എടുത്ത് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിയെന്ന പരാമർശമടക്കം സിംഗിൾ ബെഞ്ചിൽ നിന്ന് വന്നിരുന്നു. പിന്നീട് ഡിവിഷൻ ബെഞ്ചിനെ സർക്കാർ സമീപിക്കുന്നു. അവിടെ നിന്നും സുപ്രീം കോടതിയിലേക്ക് വരെ CBI അന്വേഷണത്തിനെതിരെ നീങ്ങുകയാണ്. അത് പല ഘട്ടങ്ങളിൽ നിങ്ങൾ പരാമർശിച്ചിട്ടുള്ളതാണ്. ഇന്നിപ്പോൾ ആ കുടുംബവും ആവർത്തിച്ച് പറയുന്ന അതാണ്, അപ്പീൽ പോകണം എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആവശ്യം. അങ്ങനെയെങ്കിൽ പാർട്ടി അവർക്കൊപ്പം നിൽക്കുകയല്ലേ? തീർച്ചയായിട്ടും ഇത് ഈ അപ്പീൽ പോയത്, ഈ സിംഗിൾ ബെഞ്ചിൽ നിന്ന് ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയതും ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് സുപ്രീം കോടതിയിലേക്ക് പോയതും സർക്കാർ പോയത് എന്തിനു വേണ്ടിയിട്ടാണ്? കൊലപാതകികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ കൊലപാതകികളെ സംരക്ഷിക്കാൻ വേണ്ടി ആരുടെ പണം ഉപയോഗിച്ചു? ഇതേ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബം അടയ്ക്കുന്ന നികുതി പണത്തിൽ നിന്ന് അതിന്റെ ഒരു പങ്കും പറ്റി ആ കൊലപാതക കേസിലെ പ്രതികളെ, അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സർക്കാർ പോയി എന്നുള്ളത് കേരളം മുഴുവൻ ചർച്ച ചെയ്തതാണ്. കോടിക്കണക്കിന് രൂപയാണ് സുപ്രീം കോടതിയിലെ മുന്തിയ വക്കീലന്മാരെ ഇറക്കി കൃപേഷ് ശരത്ലാൽ ഇരട്ട കൊലപാതക കേസിലെ പ്രതികളെ രക്ഷിക്കുന്നതിന് വേണ്ടി സർക്കാർ ശ്രമിച്ചു. അതൊക്കെ അമ്പേ പരാജയപ്പെട്ടത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ CBI വരാതിരിക്കാൻ വേണ്ടി ഇവർ ശ്രമിച്ചു. പക്ഷെ CBI വന്നു, ഇതിനെപ്പറ്റി അന്വേഷിച്ച് ഇന്നിപ്പോ ഒരു വിധി പ്രസ്താവം ഉണ്ടാകുമ്പോൾ 10 പേർ കുറ്റക്കാരല്ല എന്ന് പറയുന്നു. അതിനകത്തും ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും. ഞങ്ങൾ കുടുംബത്തോടൊപ്പം. ശരി, കുടുംബത്തോടൊപ്പം എന്ന കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം പ്രതികരിക്കുകയാണ്. കൂടുതൽ പ്രതികരണങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു.